ഡിവൈഫൈയുടെ പൊന്നും വിലയുള്ള മിന്നും താരം. ഇങ്ങനൊക്കെ നടന്നാൽ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? നാളെ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടതാണ്. ഞാൻ മമ്മിയോട് ചോദിക്കും, ഇത് ഏത് വീടാ? കൊല്ലം കണ്ടാ ഇല്ല വേണ്ടെന്ന് പറയുന്നത് വെറുതെ പറയുന്നതൊന്നും അല്ല. കൊല്ലംകാരുടെ സ്വഭാവം നിനക്കറിയില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലൊന്നും ഇല്ല, നീ ഇപ്പൊ കയ്യിൽ നിന്ന് ഇട്ടതാ. കൊല്ലത്താകെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കത്തേ ഇല്ല. അങ്ങനെ ഒരു സംഭവമേ കൊല്ലത്തില്ല. നൈല ഉഷേനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നാറുണ്ടോ? കൊള്ളാലോ. അതുപോലെയൊക്കെ ഞാൻ ചില്ല് ചെയ്ത് നടന്നേനെ. സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാർക്ക് പ്രിയപ്പെട്ട ഒരു ഇരയായിരുന്നു. ഇപ്പം അധികം അങ്ങോട്ട് കാണാറില്ല. ട്രോളന്മാരൊക്കെ കുറച്ച് ബിസി ആയി കാണും. അവരിപ്പോൾ എന്നെ അങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ജിമിക്കി കമ്മൽ ഇഷ്ടമല്ല. ജിമിക്കി കമ്മൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ചിരി ഫേക്ക് ആണെന്ന് അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നല്ല ചിരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞു? എത്രയോ പ്രസംഗവേദികളിൽ ത്രസിപ്പിക്കുന്ന ആ ചിന്ത ഇവിടെ പോയി. ഇതിപ്പോ വളരെ മനോഹരമായി സംസാരിക്കുന്ന 4 സുന്ദരി കുട്ടികളുടെ മുമ്പിലിരിക്കുമ്പോൾ ഇത്ര അഗ്രസീവായ പോരെ? ചിന്തയെ കുറിച്ച് വന്ന ഏത് വിവാദമാണ് ഡിലീറ്റ് ചെയ്യാം. പൊരിച്ച മീൻ കിട്ടാത്തത് കൊണ്ട് ഫെമിനിസ്റ്റ് ആയി. അതിന്റെ താഴത്തെ കമന്റ്സ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ കമന്റ് ഒന്നും നോക്കാറില്ല. ഞാൻ വലിയ കരച്ചിൽ കരഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫാൻസി ഡ്രസ്സിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഒരെണ്ണത്തെ തന്നെ ഇവര് ഫാൻസി ഡ്രസ്സിന് മത്സരിപ്പിക്കത്തില്ല. ഇംഗ്ലീഷ് സ്പീച്ച്, മലയാളം സ്പീച്ച്. എൻ്റെ ഒരു ആഗ്രഹം മെസ്സി ഒരു 3 ഗോളൊക്കെ അടിച്ച് ഗോൾഡൻ ബൂട്ടൊക്കെ ആയിട്ട് വീരോചിതമായൊരു പടിയിറക്കം. പക്ഷെ മെസ്സിക്ക് പന്ത് കിട്ടിയില്ലെന്ന് എല്ലാവരും പറയുന്നത്. നീ സ്പെയിനാ? സ്പെയിൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു നിലപാടിനോടൊപ്പമാണ് ഞാൻ. അത് പാലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ള നിലപാട് തന്നെയാണ്. ശരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? ഒരു മനുഷ്യനെതിരെ പോലും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രയോഗിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് ഞാൻ പറഞ്ഞു മടുത്തതാണ്. ഇപ്പൊ ശൈല ടീച്ചറെ ഒതുക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യം അത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. വാർത്ത കൊടുക്കുന്നത് പാർട്ടിക്കകത്തു നിന്നുള്ള ആളുകൾ അല്ല, അതൊക്കെ വെറുതെ പറയുന്നത്. ചിന്താജറും ഡെയിലി റൊട്ടീൻ ഗൂഗിളിലുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. സെർച്ച് ചെയ്യുന്നത് ഞാനൊരു നീണ്ട ലിസ്റ്റ് അങ്ങ് അയച്ചു കൊടുത്തു. ഞാൻ അമ്പിളിമാമന് വേണമെന്ന് പറഞ്ഞാലും മധുസാറ് പിടിച്ചു തരുന്ന നിലയിലുള്ള വലിയ സ്നേഹമാണ് എൻ്റെ അടുത്ത്. ക്യാപ്റ്റൻ എന്ന പേര് പറയുമ്പോൾ പിണറായി സഖാവിന്റെ മുഖം പെട്ടെന്ന് ഓർമ്മ വരും.